നമ്മൾ പുറത്തേക്കിറങ്ങുമ്പോൾ നമുക്ക് ഉണ്ടാകാവുന്ന ഒരുപാട് ആകാംക്ഷകളുണ്ട്, ആശങ്കകളുണ്ട്, ഭയങ്ങളുണ്ട്. ഇതിൽ നിന്നെല്ലാം മുക്തമാകുന്ന വിധത്തിൽ നാം നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ അള്ളാഹുവിൽ എല്ലാം തവക്കുലാക്കിക്കൊണ്ടുള്ള ഒരു ദിക്ർ നമുക്ക് ചൊല്ലാനുണ്ട്. ആ ദിക്ർ നമ്മൾ യഥാസമയം മറക്കാതെ ശ്രദ്ധാപൂർവം അതിൻ്റെ അർത്ഥവും ആശയവും ഗ്രഹിച്ചുകൊണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ വമ്പിച്ച രൂപത്തിലുള്ള ഒരു സംരക്ഷണമാണ് നമുക്കത് മുഖേന ലഭിക്കാൻ പോകുന്നത്. ഇന്ന് ആ ദുആയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു, മൻ ഖാല ഇദാ ഖറജ മിൻ ബൈത്തിഹി, ആരെങ്കിലും തൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന വേളയിൽ ഇപ്രകാരം പറഞ്ഞാൽ, ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ, യുഖാലു ലഹു, അവനോട് പറയപ്പെടും, ഹുദീത, നിനക്ക് ഹിദായത്ത് ലഭിക്കപ്പെട്ടിരിക്കുന്നു, വ കുഫീത, നിന്റെ കാര്യങ്ങൾക്കെല്ലാം നിനക്ക് മതിയാക്കപ്പെട്ട നിലക്ക് നിനക്ക് എല്ലാം ലഭിക്കപ്പെട്ടിരിക്കുന്നു, വ വുഖീത, നിനക്ക് കാവൽ സംരക്ഷണം നൽകപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല വ തനഹ അൻഹു ശൈത്താൻ, ഇത് മനുഷ്യൻ പറയുന്നതോടുകൂടി ശൈത്താൻ അവരിൽ നിന്ന് ദൂരെ മാറി നിൽക്കും. എന്നിട്ട് അവൻ്റെ കൂടെയുള്ള മറ്റൊരു ശൈത്താനോട് ഇപ്രകാരം പറയുക പോലും ചെയ്യും. ഇപ്രകാരം, കൈഫ ലക ബിറജുലിൻ, ഒരാളെ നിനക്കിനി എന്ത് ചെയ്യാൻ കഴിയും? അയാളുടെ പിറകെ കൂടിയിട്ട് നിനക്കിനി എന്ത് കാര്യമാണുള്ളത്? കാരണം ഖദ് ഹുദിയ, അയാൾക്ക് ഹിദായത്ത് ലഭിക്കപ്പെട്ടിരിക്കുന്നു, വ കുഫിയ, അയാളുടെ കാര്യങ്ങൾക്കൊക്കെ മതിയായ വിധത്തിൽ അയാൾക്ക് എല്ലാ രൂപത്തിലും നൽകപ്പെട്ടിരിക്കുന്നു, വ ഉഖിയ, അദ്ദേഹത്തിന് സംരക്ഷണവും നൽകപ്പെട്ടിരിക്കുന്നു എന്ന്. സഹോദരങ്ങളെ, അബൂദാവൂദും തിർമിദിയുമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണിത്. എന്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മളിൽ പലരും പലപ്പോഴും ഇത് നിഷ്പ്രയാസം എല്ലാ ആളുകൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്ത്? ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പറയണം. ഇവിടെ ഇദാ ഖറജ മിൻ ബൈത്തിഹി, തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നതും അതുപോലെ തന്നെ കാന, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പതിവായിരുന്നു എന്നാ. എപ്പോഴെങ്കിലും ഒരിക്കൽ ചൊല്ലല്ല. നമ്മൾ വീട്ടിൽ നിന്ന് പല ഘട്ടങ്ങളിൽ നമ്മൾ പുറത്തേക്ക് പോകും, പല സമയങ്ങളിൽ പുറത്തു പോകും. എപ്പോൾ പുറത്തു പോകുന്നോ അപ്പോഴൊക്കെ പറയണം. അള്ളാഹുവിൻ്റെ റസൂൽ ഇത് ആവർത്തിച്ച് പതിവാക്കിയിരുന്നു എന്നാണ്. നമ്മളൊക്കെ അത് ശ്രദ്ധിക്കാറുണ്ടോ? നമ്മളത് മറന്നു പോകാറല്ലേ പതിവുള്ളത് എന്ന് ഓരോരുത്തരും ആലോചിക്കണം. മാത്രമല്ല, ഇവിടെ മറ്റൊരു സംശയമുണ്ടാകും. തൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ എന്ന് പറഞ്ഞാൽ തൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ മാത്രമേ ഇങ്ങനെ പറയേണ്ടതുള്ളൂ? നമ്മൾ മറ്റൊരാളുടെ വീട്ടിലേക്ക് പോയി, നമ്മൾ ഗസ്റ്റായിട്ട് പോയി, അല്ലെങ്കിൽ നമ്മളൊരു ഹോട്ടലിൽ താമസിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരിടത്ത് താമസിച്ചിട്ട് നമ്മൾ ഇറങ്ങുകയാണെങ്കിലും നമുക്കിത് പറയാം. ഒക്കെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എവിടെ വെച്ചും നമുക്ക് ഈ കാര്യം നമുക്ക് പറയാവുന്നതാണ്. നമ്മൾ താമസിക്കുന്ന ഇടം നമ്മുടെ വീടാവട്ടെ, ഇനി ഹോട്ടൽ റൂമാവട്ടെ, അതുപോലെ തന്നെ ആ നിലക്ക് നമ്മളൊരു ഗസ്റ്റായി ചെന്ന വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിലും ഒക്കെ ഇത് പറയാം എന്ന് ഇത് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, നമ്മൾ എന്താണ് അവിടെ പറയുന്നത്? ആദ്യം പറയുന്നത് ബിസ്മില്ലാഹ്. എന്താണ് ബിസ്മില്ലാഹ്? അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ, അള്ളാഹുവേ, നിൻ്റെ നാമത്തിൽ ഇതാ ഞാൻ പുറപ്പെടുകയാണ്, ഞാൻ എല്ലാം നിന്നെ ഏൽപ്പിക്കുകയാണ്. അതാണ് തവക്കൽതു അലല്ലാഹ്. ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ ഏൽപ്പിച്ചിരിക്കുന്നു. റഹ്മാനായ റബ്ബിൽ എല്ലാം ഏൽപ്പിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും അവന് പ്രത്യേകമായി കാവൽ ഉണ്ടാവുകയാണ്. തവക്കുൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഅ്തമത്തു അലൈഹി ഫീ ജമീഇ ഉമൂരി, എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അള്ളാഹുവിനെ ആശ്രയിച്ചിട്ടാണ്, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. ഫവ്വലത്തു അംരി ഇലല്ലാഹ്, എൻ്റെ എല്ലാ കാര്യവും ഞാൻ അവനെ ഏൽപ്പിക്കുകയാണ്. എല്ലാം അതിൽ ഇനി ഒന്നും ബാക്കിയില്ല. സർവ്വ കാര്യങ്ങളും റഹ്മാനായ റബ്ബിൽ ഏൽപ്പിച്ചുകൊണ്ടുള്ള ആ ഇറക്കം. അള്ളാഹുവിനെ കൂടെ, റബ്ബൻ്റെ കൂടെയുണ്ട്. അതാ ബിസ്മില്ലാഹ്, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ പുറപ്പെടുന്നു. എൻ്റെ റബ്ബ് എൻ്റെ കൂടെ നിരീക്ഷകനായി, എൻ്റെ സംരക്ഷകനായി, എൻ്റെ കാവൽക്കാരനായി എൻ്റെ കൂടെയുണ്ട്. കാരണം ഞാൻ അവനിൽ എല്ലാം ഏൽപ്പിച്ചിട്ടാണ് ആ പോകുന്നത്. എന്താണ് ഒരു മനസ്സിൻ്റെ ആ മാനസികമായൊരു സന്തോഷം! ഇനി എനിക്ക് എന്ത് ഭയപ്പെടാനാണ്? കാരണം എല്ലാം ഏൽപ്പിക്കാവുന്ന റഹ്മാനായ റബ്ബിലാണ് ഞാൻ എല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തു ത്വലാഖിലെ 3-ാമത്തെ ആയത്തിൽ പറഞ്ഞില്ലേ, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്, ആര് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നുവോ അവന് അള്ളാഹു മതി. കാരണം റഹ്മാനായ റബ്ബിൽ ഏൽപ്പിച്ചാൽ അല്ല മതി അവന്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ ഏതേത് പ്രശ്നങ്ങളിലും നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മെ
സമാധാനമുള്ള ഒരു മനസ്സിൻ്റെ ഉടമയാക്കി മാറ്റുന്നത് എല്ലാം റബ്ബിൽ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ്. പിന്നെ പറയുന്നത് എന്താണ്? വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഹൗല്, ഖുവത്ത് രണ്ടും ശക്തി തന്നെയാണ്. ഒന്ന് ഹൗല് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കാര്യത്തെ മറ്റൊരു കാര്യമാക്കി മാറ്റലാണ്. അതേപോലെ തന്നെ ഖുവത്ത് എന്ന് പറയുന്നതോ ശക്തിയാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും എനിക്ക് എൻ്റെ ഏത് പ്രശ്നങ്ങളിലും ഇനി വരാനുള്ള പ്രശ്നങ്ങളിലും ഒക്കെ ഞാൻ എൻ്റെ എല്ലാ കാര്യവും എൻ്റെ റബ്ബിൽ ഏൽപ്പിച്ചു എന്ന് ഞാൻ വെറുതെ പറയുന്നതല്ല. കാരണം അവനെ കൊണ്ട് മാത്രമേ എല്ലാ ശക്തിയും എനിക്ക് നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ എൻ്റെ പക്കൽ ഞാൻ എത്ര വലിയ രൂപത്തിലുള്ള എനിക്ക് ആരോഗ്യമുണ്ടായാലും, ഞാൻ എന്ത് രൂപത്തിലൊക്കെ ശ്രദ്ധിച്ചു പുറത്തു കൂടെ വാഹനമോടിച്ചാലും നടന്നാലും സഞ്ചരിച്ചാലുമൊക്കെ എൻ്റെ അടുക്കൽ എനിക്കൊരു പ്രത്യേകമായ കുതിരത്ത്, എന്നെ രക്ഷിക്കാൻ എനിക്കൊരു കുതിരത്തില്ല. അതിൽ എനിക്കൊരു പ്രത്യേകമായ നിപുണതയോ ആ രൂപത്തിലുള്ള പ്രത്യേകമായി എല്ലാ അർത്ഥത്തിലും എനിക്ക് എന്നെ സംരക്ഷിക്കുവാനുള്ള യാതൊരു കഴിവും എനിക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും റബ്ബേ നിൻ്റെ കാവൽ എനിക്കുണ്ടാകണം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ഒരാൾ അങ്ങോട്ട് പറയുമ്പോൾ ഇനി ശ്രദ്ധിക്കുക, ഇത് പറയുന്ന വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവനോട് പറയപ്പെടും. വീട്ടിൽ നിന്ന് ചൊല്ലിയാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവനോട് പറയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നമ്മളത് കേൾക്കൂല, നമ്മൾ കേൾക്കുന്നില്ല. പക്ഷേ അതവിടെ പറയപ്പെടുന്നുണ്ട്. ആരാണ് പറയുന്നത്? വ്യാഖ്യാതാക്കൾ രണ്ട് വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്നൊരു മലക്ക് വിളിച്ചു പറയുമെന്ന്. പക്ഷേ ആ ഹദീസ് അത്ര പ്രബലമായ ഹദീസല്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നുണ്ട്, നമ്മളത് കേൾക്കുന്നില്ലല്ലോ. എന്താണ്? റഹ്മാനായ റബ്ബ് തന്നെയാണത് പറയുന്നത് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുമുണ്ട്. എന്തായിരുന്നാലും പറയുന്നത് എന്താ? ഹുദീത, നിനക്ക് ഹിദായത്ത് ലഭിക്കപ്പെട്ടിരിക്കുന്നു, നീ നേർമാർഗത്തിലാക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് ആ പറയുന്നതിൻ്റെ അർത്ഥം? വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ എന്താണ് പറയേണ്ടത് എന്ന് ഇസ്ലാമികമായ ഹുദയിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ നിയമം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മുസ്ലിമേ, നീ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇപ്രകാരം പറയണം. അത് പറയാൻ നിനക്കിതാ തൗഫീക്ക് കിട്ടിയിരിക്കുന്നു. അള്ളാഹിൻ്റെ പ്രത്യേകമായ തൗഫീക്ക് നിനക്ക് കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മനഃപ്പാടമുള്ള, അർത്ഥമറിയാവുന്ന, എന്നോ കേൾക്കുന്നതാണല്ലോ ഇതൊക്കെ എന്ന് പറയുന്ന പല ആളുകളും ഇതൊന്നും പറയാറില്ല. എന്താ പറയാത്തത്? അറിവില്ലാത്തത് കൊണ്ടല്ല, തൗഫീക്ക് കിട്ടുന്നില്ല, മറന്നു പോവുകയാണ്, അല്ലെങ്കിൽ മടിയനാവുകയാണ്, അല്ലെങ്കിൽ അശ്രദ്ധയാണ്. അങ്ങനെ വീട്ടിൽ നിന്നാണ് പുറത്തേക്കാണ് പോകും എന്തോ ഒരു ഹാലിൽ. അങ്ങനെ പലരും ഇവിടെ പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ അങ്ങനെയല്ലല്ലോ, ഞാനത് ശ്രദ്ധയോടെ എൻ്റെ റബ്ബ് പഠിപ്പിച്ച, എൻ്റെ റസൂൽ എനിക്ക് പഠിപ്പിച്ചു തന്ന ആ പ്രാർത്ഥന പറഞ്ഞുകൊണ്ടാണല്ലോ ഞാൻ പോകുന്നത്. അതുകൊണ്ടാകണ്ടോ ഹുദീത, പറയേണ്ട സമയത്ത് പറയുക എന്ന നിലക്ക് നിനക്കതിന് ഹിദായത്ത് ലഭിക്കപ്പെട്ടിരിക്കുന്നു, നിനക്കതിന് തൗഫീക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് നമുക്ക് വിശദീകരണങ്ങളിൽ പല പണ്ഡിതന്മാരും പറഞ്ഞതായി കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ സഹോദരങ്ങളെ, രണ്ടാമത് പറയുന്നത് എന്താണ്? വവുഖീത, നിനക്ക് എന്താണ്? പ്രത്യേകമായി ഹിഫ്ള് നൽകപ്പെട്ടിരിക്കുന്നു. ഹുഫിളുത്ത, നിനക്ക് സംരക്ഷണം നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അവൻ ഭയപ്പെടുന്ന എന്തൊക്കെ ഷെറുകളുണ്ടോ അതിൽ നിന്നൊക്കെ റബ്ബിൻ്റെ കാവലുണ്ട്. മനുഷ്യർ മുഖേന ഉണ്ടാകുന്ന ഷെറ് പുറത്തേക്ക് ഇറങ്ങല്ലേ, ഇനി റബ്ബാണ് എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്നറിയില്ല. അപ്പം മനുഷ്യരിൽ നിന്നോ അതുപോലെ തന്നെ ജിന്ന് പിശാചുക്കൾ മുഖേനയോ ഉണ്ടാകാവുന്ന ഏതൊക്കെ ഷെറുകളുണ്ടോ അതിൽ നിന്നൊക്കെ കാവൽ ലഭിച്ചിരിക്കുന്നു. ഇനി ഏതൊക്കെ വസ്തുക്കൾ മുഖേന ഷെറുകൾ ഉണ്ടാകാമോ? ഏതുപോലെ ഇഴജന്തുക്കൾ, പാമ്പ്, തേള് പോലെയുള്ള ഇഴജന്തുക്കൾ, അതേപോലെയുള്ള പ്രാണികൾ, അതുപോലെ തന്നെ മൃഗങ്ങൾ, വന്യജീവികൾ, ഏതൊക്കെ വിധത്തിൽ. ആനയൊക്കെ മനുഷ്യനെ ഉപദ്രവിക്കുന്ന കാലല്ലേ. അതുപോലെ തന്നെ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഏതൊക്കെ വിധത്തിലുള്ള ജീവികൾ, ജന്തുക്കൾ മുഖേനയുള്ള ഉപദ്രവങ്ങളുണ്ടോ, മനുഷ്യർ മുഖേനയുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകാമോ, പിശാചുക്കൾ മുഖേന ഉണ്ടാകുന്ന ഉപദ്രവങ്ങളുണ്ടോ? അതേപോലെ തന്നെ ഇനി ചില കാരണങ്ങളാൽ ഉണ്ടാകുന്നതുണ്ട്. താൻ ഓടിച്ചു പോകുന്ന വാഹനം, താൻ എത്ര ശ്രദ്ധയോടെ ഓടിച്ചാലും ഒരു പക്ഷേ തനിക്ക് അറ്റാക്കുകൾ, പിന്നിൽ നിന്നോ ഒക്കെ ആക്സിഡന്റ് ഉണ്ടാവാം. അതുപോലെ തന്നെ താൻ എത്ര ശ്രദ്ധയോടുകൂടെ ഓടിച്ചാലും പലപ്പോഴും ആക്സിഡന്റുകൾ വരാം. അതൊക്കെയും ഏതൊക്കെ ഷെറുകൾ, ഏതൊക്കെ ആഫത്തുകൾ മനുഷ്യ മനസ്സിൽ ഭയമായി, ആശങ്കയായി തോന്നുന്നുണ്ടോ അതിൽ നിന്നെല്ലാം വവുഖീത, നിനക്ക് കാവൽ നൽകപ്പെട്ടിരിക്കുന്നു, നിനക്ക് സംരക്ഷണം നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ്. പിന്നെയോ വകുഫീത, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹദീസുകളിൽ പിന്നെ തെർത്തീബ്, ക്രമം തെറ്റിയിട്ടൊക്കെ ഉണ്ട്. അത് ഏത് വിധത്തിലും പറയുന്നതിന് വിരോധമൊന്നുമില്ല, പിന്നെ പറയപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പറയേണ്ട പ്രാർത്ഥനയല്ല, ഹദീസിൻ്റെ പദങ്ങളിൽ വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ പറയപ്പെടുന്നത് എന്താണ്? കുഫീത എന്ന് പറഞ്ഞാൽ നിനക്ക് മതിയാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മിൻ കുല്ലിമാ അഹമ്മക മിൻ ഉമൂരി ദുനിയാ വൽ ആഖിറ കുഫീത,
ഐഹികവും പാരത്രികവുമായ എന്തെല്ലാം കാര്യങ്ങൾ നിൻ്റെ മനസ്സിൽ നീ കാര്യങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ടോ അതിനൊക്കെ നിനക്കിതാ പ്രതിവിധി നൽകപ്പെട്ടിരിക്കുന്നു, അതല്ലെങ്കിൽ നിനക്ക് മതിയായ നിലക്ക് അതെല്ലാം നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഭയപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് തൻ്റെ ജീവിതത്തിൽ ഭാവിയിൽ വരാൻ പോകുന്നത്, മക്കൾക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, സമ്പത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, തൻ്റെ ഡ്യൂട്ടിയിലും ജോലി സ്ഥലത്തുമൊക്കെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, അതൊക്കെ ആലോചിച്ച് മനുഷ്യ മനസ്സുകളിൽ ടെൻഷനുകൾ ഉണ്ടാകും. അതിൽ നിന്നെല്ലാം നിനക്കിതാ കുഫീത്ത, നിന്റെ കാര്യങ്ങൾക്കൊക്കെ മതിയാക്കപ്പെട്ട നിലക്ക് പറയേണ്ട പ്രൊട്ടക്ഷൻ നീ എടുത്തിരിക്കുന്നു എന്ന് പറയപ്പെടുമെന്നാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ പ്രാർത്ഥന നമ്മൾ കൃത്യമായി നിർവഹിച്ച് കഴിയുമ്പോൾ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ശൈത്താൻ ഉടനെ തന്നെ പുറത്തു നിൽക്കുന്നുണ്ടാവും ശൈത്താൻ. കാരണം ആ ശൈത്താൻ പറയുന്നുണ്ട് അവൻ്റെ കൂടെ, കാരണം ശൈത്താന്മാർ മനുഷ്യന്മാരുടെ കൂടെ ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഒരു ശൈത്താൻ മറ്റേ ശൈത്താനോട് പറയും. അത് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. കാരണം ശൈത്താൻ മനുഷ്യൻ പുറത്തേക്കിറങ്ങാൻ നേരത്ത് ഒരു ചൊല്ലുന്നുണ്ടോ നോക്കി നിൽക്കുകയാണ്. കാരണം അവൻ്റെ പിന്നാലെ കൂടി അവനെ ഏതെല്ലാം വിധത്തിൽ നശിപ്പിക്കാനും വസ്വാസിലാക്കാനും പഴപ്പിക്കാനും ഒക്കെ മാർഗങ്ങളുണ്ടോ എന്ന് നോക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ ദിക്ർ മനുഷ്യൻ അങ്ങ് ചൊല്ലുന്നതോടുകൂടി ശൈത്താന്മാർ പരസ്പരം പറയും എന്താ പറയുക, ഇനി ഈ ആളെ പിന്നാലെ കൂടിയിട്ട് കാര്യമില്ല, അയാൾക്ക് വേണ്ട കാവലും ഹിദായത്തും സംരക്ഷണങ്ങളും ഒക്കെ നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഇയാളെ പറ്റിക്കാനോ ഇയാളെ ഏതെങ്കിലും വിധത്തിൽ നശിപ്പിക്കാനോ സാധിക്കുമെന്ന് ഇനി നമ്മൾ കണക്ക് കൂട്ടേണ്ടതില്ല. അത്ഭുതത്തോടുകൂടി ശൈത്താൻ മറ്റേ ശൈത്താനോട് പറയും. ഇതൊക്കെ നമുക്കെങ്ങനെ മനസ്സിലായി? അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു തരുന്നു ഇങ്ങനെ പിശാചുക്കൾ പരസ്പരം പറയും എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ നമ്മളത് വിശ്വസിക്കുന്നതും അംഗീകരിക്കുന്നതും. അതല്ലാതെ ഒരു ശൈത്താൻ്റെ വാക്കും നമ്മൾ കേട്ടിട്ടല്ലല്ലോ, ശൈത്താൻ സംസാരിക്കുന്നത് നമ്മൾ ആരും കേട്ടിട്ടുമല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ വിശ്വസിക്കുന്നത് എന്തുകൊണ്ട്? മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ ചുരുക്കി പറയുന്നത്, നാം നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ എപ്പോൾ പുറത്തിറങ്ങുകയാണെങ്കിലും എന്തു പറയണം? ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്.